എന്തുകൊണ്ട് MTയുടെ കഥാപാത്രങ്ങൾ നമുക്ക് നോവൽ സാഹിത്യത്തിലും ചെറുകഥാ സാഹിത്യത്തിലും എണ്ണം പറഞ്ഞ എഴുത്തുകാർ മലയാളത്തിൽ തന്നെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ മലയാളിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു കണക്ഷൻ MTയുടെ കഥാപാത്രങ്ങളുമായി അനുവാചകർക്ക് വായനക്കാർക്കുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അഭിലാഷ്. അതായത് 1950കളുടെ ഒരു സവിശേഷ കാലാവസ്ഥയിലാണ് MT എഴുതി തുടങ്ങുന്നത്. ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും സ്വതന്ത്ര റിപ്പബ്ലിക്കാവുകയും കടുത്ത നിരാശകളിലേക്ക് നമ്മുടെ സമൂഹം ചെന്ന് വീഴുകയും ചെയ്ത ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടമായിരുന്നു അത്. ആ ഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ചും കൂട്ടുകുടുംബത്തിൻ്റെ തകർച്ച, മരുമക്കത്തായ നിരോധനം, രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരുന്ന തൊഴിലില്ലായ്മ, ഇത്തരം സാഹചര്യങ്ങളിൽ കടുത്ത പ്രതിസന്ധികളും വൈകാരികമായ സ്വപ്നനഷ്ടങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നു. ഈ സന്ദർഭത്തിൽ അവർക്ക് സാത്മീകരിക്കാൻ കഴിയുന്ന, അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങളെയാണ് MT സ്വന്തം ആത്മബിംബം പോലെ സൃഷ്ടിച്ചത്. അപ്പോൾ MTയുടെ ആത്മബിംബമാണ് സൃഷ്ടിക്കാൻ ശ്രമിച്ചതെങ്കിലും അവ യഥാർത്ഥത്തിൽ ഏത് കേരളീയനായ യുവാവിൻ്റെയും യുവതിയുടെയും ഒക്കെ ആത്മബിംബങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ആ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും MTയുടെ കഥാപാത്രങ്ങളോട് സ്വയം സാത്മീകരിക്കാൻ കഴിഞ്ഞു. അത് MTയുടെ വലിയ വിജയങ്ങളിലൊന്നാണ്. രണ്ടാമത്, MT തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ അറിയാത്ത മഹാസമുദ്രങ്ങളെക്കാൾ എനിക്ക് അറിയുന്ന നിളാനദിയാണ് ഇഷ്ടം. അത് ഒരു ബോധപൂർവമായ ന്യൂനീകരണമാണ്. തന്നെ കുറച്ച് കാണുന്ന വാക്കുകളിൽ തന്നെ അദ്ദേഹം കാണിക്കുന്ന പിശുക്ക് പോലെ ഈ ന്യൂനീകരണമാണെങ്കിലും അതിനകത്തൊരു വലിയ MTയുടെ സാഹിത്യത്തെ സംബന്ധിച്ച ഒരു തത്വമുണ്ട്. MT സ്വന്തം പരിസരങ്ങളിലേക്ക് ലോകത്തെ ഇറക്കിക്കൊണ്ടുവരികയാണ്. അദ്ദേഹം തൻ്റെ ലോകദർശനത്തെ അല്ലെങ്കിൽ തത്വചിന്താപരമായ വീക്ഷണത്തെ, ജീവിത സങ്കല്പത്തെയെല്ലാം തൻ്റെ ഗ്രാമത്തിൻ്റെ, തൻ്റെ പരിസരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും പരിസരത്തിൽ നമ്മളെന്നും കാണുന്ന മനുഷ്യ മാതൃകകളിലേക്ക് ചുരുക്കുകയും ചെയ്തു. ഇത് കാലത്തിലെ അപ്പുണ്ണിയിലും നമുക്ക് കാണാം, കാലത്തിലെ സേതുവിൽ കാണാം, ഇങ്ങേയറ്റം വരുമ്പോൾ രണ്ടാം ഒഴുത്തിലെ ഭീമനിൽ പോലും കാണാം. ഇതിഹാസ കഥാപാത്രത്തെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് അദ്ദേഹം ചുരുക്കുന്നു. ഇതാണ് MTയെ കേരളീയരോട് ഏറ്റവും അധികം അടുപ്പിക്കുകയും എല്ലാ തലമുറയിൽപ്പെട്ട ആളുകൾക്കും സാത്മീകരിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് സൃഷ്ടിക്കാനും കഴിഞ്ഞതിൻ്റെ രഹസ്യം.